നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ മാർക്കറ്റ് എല്ലാവർക്കും ഒരു ട്രിക്കി മാർക്കറ്റ് ആയിരുന്നു, നല്ല വോളറ്റൈലായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണുന്നത് 5 മിനിറ്റ് ചാർട്ടാണ്. നമുക്ക് ഡേ ചാർട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഒരു ലെവൽ നമുക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേജറായിട്ട് ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്ന് മാർക്കറ്റ് നിൽക്കുകയാണ്. അവിടെ ഒരു 2 ഡേയ്സ് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 2-3 ഡേയ്സ് ഒരു സപ്പോർട്ട് എടുത്ത് മേളിലേക്ക് പോകുന്നു. ഇന്നും മാർക്കറ്റ് ആ റേഞ്ചിലേക്ക് വന്നു. പ്രീവിയസ് ഡേയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും അത് ഈ റേഞ്ചൊക്കെ മാർക്കറ്റ് ഓൾറെഡി ട്രേഡ് ചെയ്ത് പോയിരിക്കുന്നതാണ്. 24,550 ആ റേഞ്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടുന്ന് ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോയി ഒരു 1 ടൈം മാത്രമേ ഉള്ളൂ, നല്ല ഒരു മൂന്നിലേക്ക് പോയി സെക്കൻഡ് ടൈം വന്നു. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, എനിവേ നാളത്തെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഡേ ബൈ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിൻ്റെ ബേസ് നമുക്കൊരു സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ ഇന്ന് ക്ലോസ് ആയിരിക്കുന്ന മാർക്കറ്റിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് തന്നെ 24,570 ആണ്. അപ്പോൾ നമുക്കൊരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാൻ പറ്റും 24,675 ആ റേഞ്ചൊക്കെ. റേഞ്ച് ബേസിലാണ് നമുക്ക് നോക്കാൻ പറ്റും, അല്ലാതെ എക്സാക്റ്റ് ഒരു പൊസിഷൻ ഒന്നും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വേറെ ഡേ ത്രൂ ഡേ ഏതാണ് ഒരു ലെവലിലേക്ക് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതെന്ന് നോക്കാം. അതിനൊരു 5 മിനിറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ മേജറായിട്ട് നമ്മൾ എപ്പോഴായാലും അതിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് ഒരു ബിഗ് ടൈം ഫ്രെയിം ആകുമ്പോൾ, അതായത് മോസ്റ്റ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റേഞ്ച് കണ്ടില്ലേ, 24,670 ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഡേയിൽ ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവിടെ തന്നെ മെയിനായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു 3 മണിയൊക്കെ ആ റേഞ്ചിൽ 2:30 ഇതൊക്കെ ആ സമയത്ത് പിന്നെയും റിപ്പീറ്റ് നമ്മളെ ഒരു സപ്പോർട്ട് കിട്ടിയ ആ റേഞ്ചിലേക്ക് വന്നിരിക്കുവാണ് 24,530. ഓക്കെ ഗൈസ്, നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചാർട്ട് അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തൗട്ട് ചാർട്ടിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഒരു 2 മേജർ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായി. ക്ലോസ് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് 24,560 ആ റേഞ്ചാണ്. പക്ഷേ ഇൻഡെക്സുകളൊക്കെ ഒത്തിരിയും ലാഗിങ് ആണ്, നെഗറ്റീവ് ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് വേറൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,620 ആ റേഞ്ചിലേക്ക്, അതായത് ഇപ്പോഴത്തെ ഒരു 50-60 പോയിൻ്റ് എബോവിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ നാളത്തെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു ഹയർ ലെവലിലേക്ക് പോകാനാണ് സാധ്യത. കണ്ടിന്യൂസ് ഈ വീക്കിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അതുപോലെ തന്നെ നാളത്തെ ഒരു എക്സ്പയറി ആകുന്ന നിഫ്റ്റിയുടെ സംതിങ് എക്സ്പയറി ആകുന്ന ആ ഒരു എക്സ്പയറി നിയർ വരുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് പോവുകയും അവിടെ തന്നെ അങ്ങനെ ആക്ട് ചെയ്ത് കിട്ടുകയും നല്ലൊരു വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും നടക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട്. അപ്പം സപ്പോർട്ടീവ് ഈ ഒരു ലെവൽ തന്നെയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന മാർക്കറ്റ് റിവേഴ്സ് ഈ ലെവലെടുക്കും 1, 2, 3 ഒരു 3 ടൈംസ് ഒന്ന് ഒരു ടെസ്റ്റ് ചെയ്ത ലെവലാണ്. ഇവിടെ നിന്നൊരു റിവേഴ്സ് തിരിച്ച് അപ്സൈഡിലേക്ക് ഒരു മൂവ് കിട്ടുവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ നാളത്തെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ തന്നെയും 24,670 മേളിലായിരിക്കും ആ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുക. അപ്പോൾ 50 മിനിറ്റ്സ് ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്കറ്റിൻ്റെ ഹൈപ്പ് പോകാൻ സാധ്യത വളരെ കൂടുതൽ. എബോവ് 24,730 50 റേഞ്ച് മേളിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് നാളത്തേനകത്ത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവൽസിൽ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നമ്മളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പിവറ്റിൻ്റെ ഒരു ക്യാമറയുടെ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലെവലുകളിൽ നോക്കിയിട്ടുണ്ട്. നമ്മളതൊന്നും ചാർട്ട് ചെയ്യാതെ തന്നെ നമ്മൾ ഈ ലെവൽസ് മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോ റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് ഇപ്പോൾ R20 ലെവലിലാണ് നമ്മളത് ഒരു ഹൈ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ S20 ലെവലിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ചാർട്ടിൽ അനാലിസിസ് ചെയ്യുന്ന, അതായത് ഡെയിലി നോക്കുന്ന ആൾക്കാർക്ക് ആർക്കായാലും വളരെ സിമ്പിളായിട്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കാം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒരു സപ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് അതിനകത്ത് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് വിവാപ്പ് അതുപോലെ തന്നെ പിവറ്റിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ വേറൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുക. ഇപ്പോൾ നമുക്ക് അടുത്ത ബാങ്ക് നിഫ്റ്റിയിൽ ഏതാ മൂവ്മെൻറ്റ്സ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലാവും. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് റെസിസ്റ്റൻസ് ലെവലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് ഒരു അപ്പർ സൈഡിലെ റെസിസ്റ്റൻസ് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പിന്നെയും വന്നിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ലാസ്റ്റ് വീക്കിൽ ഒരു 2 വീക്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ഫോളിംഗ് ആണ് നടക്കുന്നത്. ഒരു നല്ലൊരു പാറ്റേൺ പിടിച്ച് തന്നെയാണ് വരുന്നത്. ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്ന ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പ് സൈഡിലേക്ക് പോയിട്ടില്ല, ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഓൾമോസ്റ്റ് നല്ല ഒരു സപ്പോർട്ടീവ് ഏരിയയിലാണ് നമ്മുടെ ഇപ്പോൾ മാർക്കറ്റ്
നേരത്തെ അപ്സൈഡിലേക്ക് പോയിരിക്കുന്നത്. ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിരിക്കുകയാണ് ഇപ്പോഴും. ഇവിടെ ഒരു 2 ഡേയ്സ് ഇന്നലത്തെ നല്ലൊരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് വന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഇന്ന് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അപ്സൈഡിലെ മൂവ്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു റെസിസ്റ്റൻസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ട്രേഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് 55,327 എന്നൊക്കെയുള്ളത്. നമുക്ക് നാളത്തെ മാർക്കറ്റിലേക്ക് ഏത് മൂവ്മെൻറ്റ്സ് ആണ്, ഏതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന ഒരു ലെവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമുക്കത് മാർക്ക് ചെയ്ത് കാണിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് 55,050 തൊട്ട് 630 വരെ. അതായത് 100 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽസാണ് ഇത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലാണ് 55,231 റേഞ്ചൊക്കെ. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരുവാണെങ്കിൽ 55,130 തൊട്ട് 54,950 975 ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ ട്രേഡ് ചെയ്യാൻ നല്ലൊരു സ്പേസ്. അവിടെ ഓൾറെഡി പ്രീവിയസ് ഡെയിലി ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ ട്രേഡ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു 3 to 4 ടൈംസ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി പിന്നെ ആ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡേ ടൈമിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്കിന് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ഇൻഡിക്കേറ്ററിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽസ് നിങ്ങൾക്ക് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും നാളത്തെ ട്രേഡിങ്ങിൽ ഒരു മാർക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹയർ ലെവലിലേക്കുള്ള മാർക്ക് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 55,420 ആണ്. ആ റേഞ്ചിൽ നിന്നൊരു 100 പോയിൻറ്റ്സിന് 200 പോയിൻറ്റ്സിന് എബോവിലാണ് റെസിസ്റ്റൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേക്കിന് കണ്ടിന്യൂസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് നിൽക്കുന്ന മാർക്കറ്റ് ഏത് സമയം വേണമെങ്കിലും അപ്സൈഡിലേക്ക് അത് മൂവ് ചെയ്യാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലെവൽസിൽ 2-3 ടൈംസ് ടെസ്റ്റ് ചെയ്ത് ഡൗണിലേക്ക് വന്ന് പിന്നെ ഒരു അപ്സൈഡിലേക്ക് മൂവ് എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു നാളത്തെ ഒരു ഓപ്പണിംഗ് ഒരു 150 അല്ലെങ്കിൽ 100 തൊട്ട് 150യുടെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും തന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് ലെവൽ നമുക്ക് ആക്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് പിന്നീട് മൂവ്മെൻറ്റ്സ് പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽസുകൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഞാൻ ചെറിയ സ്റ്റോക്സുകളുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഗ്രോ ചെയ്യാൻ പറ്റൂ. ഇതുപോലത്തെ നോളജും ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചുള്ള നോളജുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഗൈസ്, അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ. താങ്ക് യു.